എല്ലാ കൂട്ടുകാർക്കും സോനു നികേഷ് വ്ളോഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കല്യാണ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടു എന്ന് മനസ്സിലായി. കണ്ടമാനം കമന്റ്സും ഒക്കെ വന്നിരുന്നു. ഒരുപാട് സന്തോഷം. ഇപ്പൊ കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളായി. അപ്പോ ഈ വരുന്ന ഞായറാഴ്ച അമ്മച്ചിയും അച്ചായും മനുവും രോഹിണിയും എല്ലാവരും കൂടിയിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് വരികയാണ്, എറണാകുളത്തേക്ക്. അപ്പൊ ഞങ്ങൾ അതിന്റെ സന്തോഷത്തിലാണ്. ഇനി 3 ദിവസം കൂടിയേ ഉള്ളൂ. അപ്പോൾ അവര് വരുമ്പോ രോഹിണിക്കും മനുവിനും ഒരു ഗിഫ്റ്റ്, ചെറിയൊരു ഗിഫ്റ്റ് ഞങ്ങളുടെ വക കൊടുക്കാൻ വേണ്ടിയിട്ട്, അപ്പൊ അതുണ്ടാക്കാൻ വേണ്ടി ഞങ്ങള് ആ സ്ഥലത്തേക്ക് ഇങ്ങനെ പോവാൻ വേണ്ടി ഇറങ്ങുക, ഞാനും സോനും കൂടിയിട്ട്. കല്യാണം കഴിഞ്ഞ പിന്നെ ഇന്നാണ് ഒരു ഓഫ് കിട്ടിയത് എനിക്ക്, അല്ലേ? അതെ. ഒരു കാര്യം ചോദിക്കാൻ മറന്നു. എല്ലാവർക്കും സുഖല്ലേ? എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കണു. അപ്പൊ ഈ പറഞ്ഞ പോലെ അപ്പൊ ഞങ്ങളിപ്പോ അങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. അതായത് ഗിഫ്റ്റ് എന്ന് പറയുന്നത് പ്രത്യേകിച്ചൊന്നും അല്ല. നമ്മള് അവിടെ നല്ല കുറച്ച് ഫോട്ടോസ് അന്ന് ഞങ്ങള് സോനു എടുത്തിട്ടുണ്ടായിരുന്നു മൊബൈലില്. അപ്പൊ അത് വെച്ചിട്ട് ഒരു ഗ്ലാസോ അല്ല എന്താ സോനു അവന്റെ ഫോട്ടോ വെച്ചിട്ടുള്ളത് അവിടെ പോയി നോക്കണം. നമ്മള് ഒബ്രോൺ മാളിലാ പോണേ. അവിടെ നമ്മുടെ ഫോട്ടോ ഒക്കെ വെച്ച് ഒരു ഇത് ചെയ്തിട്ടില്ല. അപ്പൊ അതുപോലെ തന്നെ അവിടെ നോക്കാന്ന് ഓർത്ത് അവിടെ പോയി കണ്ട് ഇഷ്ടപ്പെട്ട് അവിടെ ചെന്നിട്ട് നോക്കിയിട്ട് അതിന്റെ തരം പോലെ. ഞങ്ങൾ അങ്ങനെ പ്രത്യേകിച്ച് പ്ലാൻ ഒന്നും ചെയ്തിട്ടില്ല. അതെ, അപ്പൊ അതാണ് ഉദ്ദേശം. അപ്പൊ നമുക്ക് അവിടെ വെച്ചിട്ട് കാണാം. ഞങ്ങൾ ഒബ്രോൺ മാളിൽ വന്നു. പക്ഷെ ഒബ്രോൺ മാളില് ആ കട ഇപ്പൊ ക്ലോസ്ഡ് ആണ്. അത് പെർമനന്റ് ആയിട്ട് ക്ലോസ് ചെയ്തു എന്നാണ് കേട്ടത്. അപ്പൊ ഇപ്പൊ വേറെ കട നമുക്ക് വേറെ കട നോക്കണം. അതെ, അപ്പൊ നമ്മള് പോട്ടെ, വേറെ എവിടെയെങ്കിലും ഉണ്ടോ കണ്ടുപിടിക്കാം. എന്തായാലും എവിടെയെങ്കിലും ഉണ്ടാവും. പിന്നെ അത് കാണാം, ചെയ്യാം. ഞങ്ങൾ ഇന്നലെ പോയ കട അത് പെർമനന്റ്ലി ക്ലോസ് ചെയ്തിരിക്കുക. അത് ഒബ്രോൺ മാളില് ഫോയു എന്ന് പറഞ്ഞിട്ടൊരു കടയിലേക്കാണ് ഞങ്ങൾ പോയത്. അപ്പൊ ആ കട നല്ല കടയായിരുന്നു. ഞങ്ങളുടെ വീട്ടില് ഞങ്ങളുടെ ചിത്രമൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അവിടുന്ന്. അപ്പൊ അത് നല്ല കടയായതുകൊണ്ട് അവിടെ പോയത്. പക്ഷെ അത് കോവിഡിന്റെ പ്രശ്നങ്ങൾ കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല, ബിസിനസ് അവർ ക്ലോസ് ചെയ്തെടുക്കണു. അപ്പൊ അത് തന്നെ സെൻട്രൽ മാളിലും ഉണ്ടായിരുന്നു, അതും അവർ ക്ലോസ് ചെയ്തിരിക്കുക. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ അടുത്തുള്ള ഞങ്ങളുടെ അപ്പാർട്ട്മെന്റിന്റെ അടുത്തുള്ള ഒരു സ്റ്റുഡിയോയിൽ പോയിട്ടാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഇന്ന് കിട്ടും. അപ്പം അത് നമുക്ക് മേടിക്കാൻ പോകണം. പിന്നെ നാളെയാണ് അച്ചായും അമ്മച്ചിയും മനുവും രോഹിണിയൊക്കെ വരുന്നത്. അപ്പം അതിൻ്റെ ഒരു ത്രില്ലിലിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ മാർക്കറ്റിലേക്കും ഇപ്പം ഇറങ്ങണം, കാരണം ഇറച്ചിയും സാധനങ്ങളും ഒക്കെ വാങ്ങിക്കാനുണ്ട്. അതെ, കുറെ നമ്മൾ പുറത്തുനിന്ന് ഫുഡ് പറഞ്ഞേക്കണേ. പിന്നെ കുറച്ച് ഞങ്ങൾ ചിക്കനൊക്കെ മേടിച്ച് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ എനിക്കൊന്ന് ഞായറാഴ്ച ആണെങ്കിലും ജോലിയുണ്ട്. അപ്പം തലേദിവസം എനിക്ക് നൈറ്റ് ഷിഫ്റ്റ് ആണ്. അപ്പം ഞാൻ രാവിലെ അവരെന്നോട് നേരത്തെ എണീക്കും. പിന്നെ അതുകൊണ്ട് കുറച്ച് ഫുഡ് ഞാൻ ഉണ്ടാക്കും. പിന്നെ ബാക്കിൽ നമ്മൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്യുന്ന കുറെ ഫുഡ് പുറത്തുനിന്ന് തന്നെയാണ് വാങ്ങിക്കുന്നത്. പിന്നെ നമ്മൾ ഇറച്ചി വറക്കാൻ, ഇറച്ചി അങ്ങനെ ഫ്രൈ ചെയ്യണതൊക്കെയാണ് ഇപ്പൊ ഇന്ന് പോയിട്ട് വാങ്ങിച്ച് വെക്കാന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ അപ്പൊ ഫോട്ടോ ഇത് ഫ്രെയിം കിട്ടിക്കഴിഞ്ഞാല് കാണിച്ചുതരാം കേട്ടോ. നമ്മള് പ്രതീക്ഷിച്ച ഫോയു ആണ് ഏറ്റവും നല്ല ഫ്രെയിം ആയിരുന്നു. നമ്മുടെ അവിടുത്തെ ആയിരിക്കണം, നമ്മൾ അവിടുന്ന് ചെയ്ത ഏറ്റവും ബെസ്റ്റ് ആണ് ഫോയു. അപ്പൊ അവര് എന്തോ കാരണവശാൽ ക്ലോസ് ചെയ്തിരിക്കുക. അപ്പൊ നമുക്ക് പിന്നെയുള്ള കടകളിലൊക്കെ നോക്കുമ്പോ നമുക്ക് ഒരു സന്തോഷം തോന്നുന്നില്ല. പിന്നെ ഇപ്പൊ അവസാനം ഇവിടെ തൊട്ടടുത്തുള്ള ഒരു കടയിൽ പോയപ്പോ കുറച്ച് ഇഷ്ടമായി. അങ്ങനെ ഒരെണ്ണം ഓർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പം അത് കിട്ടും ഇന്ന് വൈകിട്ട്. അപ്പം അതാണ് നമ്മൾ അവർക്ക് ഗിഫ്റ്റായിട്ട് നാളെ വരുമ്പോൾ കൊടുക്കണം. നമുക്കിപ്പോൾ പുറത്ത് പോയാലും സാധനം മേടിക്കാം. അപ്പം പുറത്തിറങ്ങിയാണ് ഷോപ്പിംഗ്, ചെറിയൊരു ഷോപ്പിംഗ്. ചിക്കൻ മേടിച്ച് കഴിഞ്ഞു. നമ്മൾ ഇനി ഫുഡ് കഴിക്കേണ്ട സമയമായിട്ട്. അപ്പോൾ ഫുഡ് കഴിക്കാൻ കയറുക. ഇവിടെ പുതിയൊരു റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഹാർഷ് ഡാബ അങ്ങനെ എന്തോ പറഞ്ഞിട്ട്. അപ്പോൾ പുതിയ റെസ്റ്റോറൻറ്റിൽ കയറുകയാണ് ഫുഡ് കഴിച്ചിട്ട് ഇനി ബാക്കിയുള്ള ഷോപ്പിംഗ്.
ചിക്കനൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് ഇവിടെ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇത് വറുക്കാനുള്ളതാണ്. അപ്പോൾ ഞാനിത് ഫ്രീസറിലേക്ക് കയറ്റാൻ പോയി. ഇനിയിപ്പോൾ നാളെ അവർ വന്നതിന് ഇപ്പോൾ കുറച്ച് നേരം മുമ്പ് എടുത്ത് വറുത്താൽ മതി. അതുപോലെ തന്നെ വെക്കാനുള്ളതും കുറച്ച് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഫ്രീസറിലേക്ക് വയ്ക്കും. അങ്ങനെ ആകുമ്പോൾ നാളെ കറക്റ്റ് സമയത്ത് ഉണ്ടാക്കുമ്പോൾ അല്ലേ നന്നായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് കയറ്റാം. ഇങ്ങനെ ഇതാണ് ഞങ്ങൾ ഓർഡർ ചെയ്ത ഗിഫ്റ്റ്. ഇത് ഫ്രെയിമിൽ ഇവരുടെ ചിത്രം, പിന്നെ രണ്ട് ഗ്ലാസ്സിലും ചിത്രം വെച്ചിട്ടുണ്ട്. അങ്ങനെ അച്ചായിയും അമ്മച്ചിയും മനുവും രോഹിണിയും ഒക്കെ ഞങ്ങളുടെ വീട്ടിലേക്ക് വരികയാണ്. താഴെ എത്തിയിട്ടുണ്ട്. സെക്യൂരിറ്റി വിളിച്ചു പറഞ്ഞു അവരെത്തിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഭയങ്കര സന്തോഷത്തിലിരിക്കുകയാണ്. ഞങ്ങൾ അവരെ നമുക്ക് താഴത്തേക്ക് താഴത്തുനിന്ന് എടുക്കാൻ വേണ്ടി പോവാം. എല്ലാവരും ഒരു ഫോട്ടോ ഒക്കെ എടുക്കട്ടെ. അതെ, വീട്ടുകാരെല്ലാം എത്തിയിട്ടുണ്ട്. ഞങ്ങളിപ്പോ ഫുഡ് കഴിക്കുകയാണ്. രോഹിണിക്ക് ചമ്മല. അത് ആദ്യമൊന്നും എടുക്കാൻ പറ്റിയില്ല. ഞങ്ങളിരുന്ന് വർത്താനം പറച്ചിലായിരുന്നു. അതുകൊണ്ട് എടുക്കണ ശരിയല്ല. അതുകൊണ്ട് ഞങ്ങളിരുന്ന് കുറച്ചു നേരം വർത്താനം പറഞ്ഞു. എന്നിട്ട് ഞങ്ങളിപ്പോ കഴിച്ചു കഴിഞ്ഞത് അവരും എടുത്ത് കഴിച്ചോണ്ടിരിക്കുക. ഇതിന് പോലെ 14-ാം തീയതി വരുമല്ലോ. ഇങ്ങനെ കാണുന്ന വലിയ ഇഷ്ടമാണ്. നാളെ കഴിക്കാൻ മേലേ തോന്നിന് വലിയ ഇഷ്ടാ. ഇത് കഴിഞ്ഞിട്ട് ഇന്ന് പോയിട്ട് അമ്മച്ചി കഴിച്ചു. അത് കുറച്ച് വെക്കി നോക്കാം. ഇപ്പൊ അമ്മച്ചി കൊണ്ടുപോകണ്ടേ? അമ്മച്ചി നമുക്ക് താഴത്തെ എടുക്കാം. ആ കേറിക്കോ. ആ കുഴപ്പമില്ലേ? അങ്ങനെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ പുറത്തൊക്കെ ഇറങ്ങി ഇനി പോകാൻ നോക്കുകയാണ്. അപ്പം പോണതിന് മുമ്പ് എല്ലാവരും കൂടെ ഒരുമിച്ചൊരു വീഡിയോ എടുത്താണ്. പിന്നെ അവർക്കും ചെന്നിട്ട് ഓരോ സ്ഥലത്ത് പോകാനുണ്ടല്ലേ. അതുകൊണ്ട് എല്ലാരും കൂടി അടിപൊളിയായി. അച്ചായി അമ്മച്ചിയും മനുവും രോഹിണിയും ഒക്കെ കൂടിയിട്ട് കുറച്ചു നേരം കൂടി ഇരിക്കാൻ പറഞ്ഞിട്ട് കൂട്ടാക്കിട്ടില്ലേ. അമ്മച്ചി വേഗം പോണം എന്ന് പറഞ്ഞിട്ട് നിർത്തി കൂട്ടിയാണ്.
അപ്പൊ ഇനി അടുത്ത പ്രാവശ്യം വീണ്ടും വരാം അതെ. പറഞ്ഞിട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ് എല്ലാവരും. ഞങ്ങൾ ഒരാഴ്ച കഴിഞ്ഞ് അങ്ങോട്ട് വീട്ടിലേക്ക് പോകണ്ട്. അപ്പൊ ശരി എന്നാ അവര് പോട്ടെ. ഇരുന്നിട്ട് പോയാൽ മതി. സാരമില്ല, ഇനി വരുമ്പോ ഇനി വരുമ്പോ നിന്നിട്ടൊക്കെ പോയാൽ മതി. അച്ചായി അമ്മച്ചിയും മനു രോഹിണിയൊക്കെ ഇപ്പൊ പോയി. കുറച്ചു നേരം അവര് ഇരുന്നുള്ളൂ. ചായ കുടിച്ചിട്ടൊക്കെ പോയാൽ മതി എന്ന് കൊറേ പ്രാവശ്യം പറഞ്ഞു. അപ്പൊ കേൾക്കണില്ല, അവർക്ക് വേറെ സ്ഥലത്തും പോവാനുണ്ട്. അതെ, മനുവിന് ശരിക്കും ഞായറാഴ്ച മാത്രാ ഓഫുള്ളേ. അപ്പൊ ആ ഓഫ് കിട്ടുമ്പോ എല്ലാ ബന്ധുക്കളുടെ അടുത്തൊക്കെ പോകണം അല്ലേ? അതെ, അപ്പൊ അധികം നേരം ഇരിക്കാൻ കൂട്ടാക്കിയില്ല, വേഗം പോയി. ഫുഡൊക്കെ ഞങ്ങൾ പുറത്തുനിന്ന് വരുത്തുക ചെയ്തത്. ചിക്കൻ മാത്രം സോനു ഫ്രൈ ചെയ്തു, ബാക്കി ഫുഡൊക്കെ പുറത്തുനിന്ന് വരുത്തി. ഫുഡൊക്കെ നന്നായിരുന്നു. കഴിച്ചു കഴിഞ്ഞപ്പോ എല്ലാവരും സന്തോഷമായി. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പോയി. അപ്പം കുറച്ചു നേരം അവിടെ കഴിഞ്ഞിട്ട് പോകുന്ന ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന വൈകുന്നേരം ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട്. പക്ഷെ അവർക്കും വീട്ടിൽ പോയിട്ട് അത്യാവശ്യമുണ്ട്, അതുകൊണ്ട് പോയി. ഇനിയിപ്പോ ഞങ്ങളോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ട് അമ്മച്ചി പോയിരിക്കണം. വിഷു ഒക്കെ വരികയല്ലേ, അപ്പോ അങ്ങോട്ട് എന്തായാലും വരണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. എന്തായാലും കുറച്ചു നേരം ഉണ്ടായിരുന്നുള്ളെങ്കിലും വളരെ ഹാപ്പി ആയി എല്ലാവരും കൂടി. പിന്നെ കൂടുതൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം ഞങ്ങൾ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ വർത്താനം പറയുമ്പോ വീഡിയോ എടുക്കാൻ അതൊരു ആർട്ടിഫിഷ്യൽ ആയി പോയില്ലേ, അപ്പൊ കൂടുതൽ വീഡിയോ എടുക്കാൻ. എന്തായാലും ഞങ്ങള് വളരെ ഹാപ്പി ആയിരുന്നു, എല്ലാവരും ഭയങ്കര. അതുകൊണ്ട് അവിടുന്ന് ഇവിടുന്ന് ഇച്ചിരി വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് അല്ലേ? അത്രയുണ്ട്. സാധാരണ നമ്മൾ എടുക്കുന്ന അത്ര ഒരു വീഡിയോ ലെങ്തി ആയിട്ട് എടുക്കാൻ പറ്റിയില്ല. അത് പിന്നെ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഗസ്റ്റ് വരുമ്പോ നമുക്ക് അങ്ങനെ വീഡിയോ എടുക്കണത് ശരിയല്ലല്ലോ അല്ലേ? നമ്മൾ അവരുമായിട്ട് സംസാരിക്കണ്ടേ കൂടുതൽ, അതുകൊണ്ടാണ് അധികം എടുക്കാത്ത. എന്നാലും ചെറിയ അതെ, നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തായാലും കാണിച്ചേ പറ്റുള്ളൂ എന്നുള്ളത് ഞങ്ങളുടെ മനസ്സിലുണ്ട്. കാരണം നമുക്ക് അത്രയും വേണ്ടപ്പെട്ടവരാണ് നിങ്ങളെല്ലാവരും. അപ്പൊ നിങ്ങൾ കാണണം എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കുറച്ചിങ്ങനെ എടുത്തിട്ടാണ് ഇപ്പൊ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. സാരമില്ല, നമ്മൾ ഒരാഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച വീട്ടിൽ പോകും. അപ്പൊ കുറച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കാം. അതെ, അപ്പൊ ശരി. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. അപ്പൊ ഒരു പുതിയ വീഡിയോ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.